അപ്പോൾ സങ്കീർണതകളില്ല, പക്ഷെ അല്പം കഥാപ്രസംഗമാകാമല്ലേ? കഥാപ്രസംഗമാകാം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇന്ന് കഥാപ്രസംഗത്തിനോ ഇൻട്രോയ്ക്കോ ഒന്നും വലിയ കാര്യം പ്രസക്തിയില്ല. അതെ, നമ്മൾ 26 ദിവസങ്ങൾ നമ്മളത് ഇഴകീറി പിന്നെയും കീറി അതിനെ പിന്നെയും കീറി പരിശോധിച്ച് വ്യാഖ്യാനിച്ച് ചർച്ച ചെയ്ത് മടുത്തിരിക്കുകയാണ്. 26-ാം തീയതി ഇനിയിപ്പോ ഏതെങ്കിലും ചർച്ചകൾക്കോ വ്യാഖ്യാനങ്ങൾക്കോ വോട്ട് എങ്ങോട്ട്, അവിടെ സ്വിങ്ങുമോ വോട്ടുകൾ എങ്ങോട്ട്, ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടായോ, ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടായോ എന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ചോദ്യങ്ങൾക്കൊക്കെ ഇനി പ്രസക്തി ഏതാനും മിനിറ്റുകൾക്കപ്പുറം, ഏതാനും മണിക്കൂറുകൾക്കപ്പുറം. ഇനിയിപ്പോൾ എത്രയാണ് സമയം? 6 മണി കഴിഞ്ഞപ്പോൾ 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇനി 1 മണിക്കൂർ എത്രയായിരുന്നു? 40 മിനിറ്റ്. ഒരു മണിക്കൂർ ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആവാതെ വരും. അങ്ങനല്ലോ, ലേറ്റസ്റ്റ് ആയാലും ലേറ്റസ്റ്റ് ആവാതെ വരും. എന്തായാലും എങ്ങനെയാലും വന്നിരിക്കും. അപ്പൊ പ്രിയപ്പെട്ട പക്ഷേ സമയം 6 മണി 20. ആരോ ഉണ്ടെന്ന് പറഞ്ഞു, ആരാണെന്നുണ്ടെന്ന് പറഞ്ഞു. PCR ആരുണ്ടെന്ന് പറഞ്ഞു. ടോബി കോട്ടയത്തെ പ്രതീക്ഷ ടോബി ജോൺസൺ. അതെ, അപ്പൊ കോട്ടയം എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസുകളുടെ രണ്ടു പക്ഷത്തിന്റെയും തലവര തലവിധി ഭാഗതയെ നിർണ്ണയിക്കപ്പെടാൻ പോകുന്ന സ്ഥലമാണ്. ടോബി, ഗുഡ് മോർണിംഗ്. അപ്പോ രാവിലെ കേരള കോൺഗ്രസ് കേക്കോ നേതാക്കളൊക്കെ അവരവരുടെ പള്ളികളിൽ പോയി മുട്ടിപ്പായി പ്രാർത്ഥിച്ചെന്നാണ് തോന്നുന്നേ. ജോസ് കെ മാണിയുടെ വീടിന്റെ മുന്നിൽ ടോബി. ആഷ്മി കൃഷ്ണ, തീർച്ചയായിട്ടും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന മണിക്കൂർ തന്നെയാണ്. ഞാനെന്തായാലും നിൽക്കുന്നത് ഈ വീടൊന്നും ആഷ്മി ഒന്ന് കാണുന്നതല്ല. നമ്മൾ പലപ്പോഴും ഈ വീടിനെ കുറിച്ച് ആഷ്മി, ഈ വീടിനെ കുറിച്ചൊന്ന് പറയണം. ഈ വീട് കരിങ്ങോടക്കൽ വീട് അറിയാലോ ആഷ്മി. നമുക്കറിയാവുന്ന കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായിട്ടുള്ള പല ചർച്ചകളും നടന്നിട്ടുള്ള കേരള കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയൊരു ആൾക്കൂട്ടം ഇവിടെ ഉണ്ടാകാറുണ്ട്. എന്തായാലും രാവിലെ ഇന്നും പ്രവർത്തകരെല്ലാം ഇവിടേക്ക് എത്തും. കാരണം അവരുടെ നേതാവ് ജോസ് കെ മാണി വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ച. ഇത്തവണ എന്തായാലും ജോസ് കെ മാണി വിജയിക്കുമെന്നാണ് പറയുന്നത്. ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ്. അതൊരു പ്രതീക്ഷ കേരള കോൺഗ്രസുകൾക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി പാലാ മാറിയിട്ടുണ്ട്. കേരള കോൺഗ്രസിന്റെ ഭാവി എന്ത് എന്നുള്ള ചോദ്യം ഈ ഒരു മണിക്കൂറുകൾ, അതായത് വരുന്ന മണിക്കൂറുകളിൽ നിശ്ചയിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ ജോസ് കെ മാണി സ്വീകരിച്ച ഒരു നിലപാട്, മുന്നണി മാറി LDF-നൊപ്പം വന്ന് മത്സരിച്ചു. അതിൽ 5 സീറ്റ് അവർക്ക് ലഭിച്ചു. വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു. അങ്ങനെ വലിയൊരു ശക്തിയായി മാറുമ്പോഴും അവരുടെ ചെയർമാൻ, അവരുടെ പാർട്ടി ചെയർമാൻ, അവരുടെ തല അവർക്ക് പാലായിൽ, അവരുടെ ഈറ്റില്ലമായിട്ടുള്ള പാലായിൽ വിജയിക്കാൻ സാധിച്ചില്ല എന്നൊരു കാര്യമുണ്ടായിരുന്നു. 2019 ശേഷം KM മാണിയുടെ കാലശേഷം ഇങ്ങോട്ട് പാല അവരുടെ കയ്യിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ എത്ര എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കിപ്പോൾ കാണാം, ഈ തെരഞ്ഞെടുപ്പ് കാണുന്നതിന് വേണ്ടി TV ഒക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ തവണയും ഈ സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒപ്പം തന്നെ പ്രവർത്തകർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള കസേര, ഫാന് എല്ലാം റെഡിയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ജോസ് കെ മാണി പള്ളിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഇറങ്ങും. രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം പ്രവർത്തകർക്കൊപ്പം ഇവിടെ ഇരുന്നാകും ഈ മത്സരഫലം കാണുക. എന്തായാലും കേരളം നിർണായകമായിട്ടുള്ള മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസുകളുടെ പ്രസക്തി എന്ന് 12 സീറ്റുകൾ ചോദിച്ച 12 സീറ്റ് 13 ചോദിച്ചത് എങ്കിൽ പോലും 12 സീറ്റുകൾ നൽകി ഇത്തവണയും LDF കേരള കോൺഗ്രസിനെ ചേർത്ത് പിടിച്ചു. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അവർക്ക് 8 സീറ്റാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ 10 മത്സരിച്ചെങ്കിൽ 8 സീറ്റ്, 2 സീറ്റ് ഏറ്റെടുത്തു. ഏറ്റുമാനൂരും അതുപോലെ തന്നെ മറ്റ് ഇടുക്കിയും ഏറ്റെടുത്തു. എന്നിരുന്നാൽ പോലും അവർക്കും വലിയ പ്രതീക്ഷയുണ്ട്. UDF അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ മന്ത്രിമാരടക്കം ലഭിക്കും. തൊടുപുഴയിൽ PJ ജോസഫ് മത്സരിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും അബു ജോസഫ് വരുമ്പോൾ അത് നിർണായകമായിട്ടുള്ള നീക്കം. എന്തായാലും കേരള കോൺഗ്രസുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മത്സരം തന്നെയാണ് ഇത്തവണ നടക്കുന്നത്. കരിങ്ങോടക്കൽ വീട്ടിൽ അല്പസമയത്തിനുള്ളിൽ, അതായത് വരും മണിക്കൂറുകളിൽ എന്തായിരിക്കും നടക്കാൻ പോവുക? ആഹ്ലാദ പ്രകടനമാകുമോ, അതോ കഴിഞ്ഞ തവണയൊക്കെ കണ്ടതുപോലെയുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നതും നോക്കിക്കാണേണ്ടതുണ്ട്. ഏതായാലും കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ വീട്ടിൽ നിന്നും വരും മണിക്കൂറുകളിൽ കാണാൻ സാധിക്കും. മാണി സി കാപ്പനടക്കം വലിയ പ്രതീക്ഷയിലാണ്. കോട്ടയം ജില്ലയിൽ നമ്മൾ കണ്ടതാണ്. മാണി സി കാപ്പനോടൊപ്പം തന്നെ ഷോൺ ജോർജും കൂടി വരുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് തൊട്ടടുത്തുള്ള പൂഞ്ഞാർ മണ്ഡലം. പൂഞ്ഞാറിൽ കേരള കോൺഗ്രസിന്റെ എന്തായാലും അവർ മുട്ടിപ്പായി പ്രവർത്തിച്ചെങ്കിലും കേരള കോൺഗ്രസുകളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഭാഗതയെ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്ന് തർക്കം വേണ്ട. അവിടെ ഈ പറയുന്ന പാലായിൽ ജോസ് കെ മാണി ശക്തമായ വെല്ലുവിളി നേരിടുന്നുവെന്നും മാണി സി കാപ്പൻ ജയിക്കുമെന്നും പല സർവേകൾ പറയുന്ന സാഹചര്യം അവിടെയുണ്ട്. റോഷി അഗസ്റ്റിൻ തോക്കുന്നുവെന്ന പല സർവേകൾ പറയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസിലെ 2 അധികായന്മാർ തോൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഭീകരമാണ്. പക്ഷേ എക്സിറ്റ് പോളുകളല്ല, എക്സാറ്റ് പോൾ എന്തും സംഭവിക്കാം. കാപ്പൻ ചേട്ടൻ പക്ഷേ പ്രതീക്ഷയിലാണ്. ഇവിടെ മൈക്കിൾ ജോൺസൺ പറയുന്നു. മൈക്കിൾ ജോൺസൺ പറയുന്നു, ഗുഡ് മോർണിംഗ്, ഞാൻ ദുബായിൽ കാത്തിരിക്കുന്നു എന്ന് പറയാണ്.
അപ്പൊ ദുബായിലടക്കം ഒരുപാട് പേരുണ്ട്, അതെ, ഇറ്റലിയിലുണ്ട് ഒരുപാട് പേര്. ഇറ്റലിയുണ്ട്, യൂറോപ്പുണ്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങൾ. ഭൂഗോളത്തിന്റെ സ്പന്ദനങ്ങൾ മാച്ചിലാണ്, 24-ലാണ്. ആ ദിനേശ് ഹരിപ്പാട് പറയുന്നു ഇന്ന് സമ്മാനങ്ങൾ കുടാ വടി കപ്പ് ഒന്നുമില്ലടാ ഉവേ എന്ന് ചോദിക്കുന്നുണ്ട്. അണ്ണ എല്ലാം ഉണ്ട്, ക്ഷമിക്ക്, എസ് കെ വന്നോട്ടെ, എല്ലാം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. സമയം 6 അവൻ 5 മിനിറ്റ് മാത്രം ബാക്കി. 6 കഴിഞ്ഞാൽ 1.5 മണിക്കൂർ. അത് പറയാൻ എളുപ്പം. 1.5 മണിക്കൂർ 5 മിനിറ്റ് ബാക്കി, 5 മിനിറ്റ് കൂടുതൽ. 1.5 മണിക്കൂർ 5 മിനിറ്റ് മാത്രത്തിനപ്പുറം കേരളത്തിന്റെ വിധി അറിയാൻ പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.